ബുദ്ധിമുട്ട് വന്നപ്പോ വീണ്ടും ഞാൻ തിരുമ്പി വന്നാച്ച്. അപ്പം നമ്മൾ ഗുണ കേവിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ വഴിക്ക് വെച്ച് പ്ലാൻ ഒന്ന് മാറ്റി നമ്മളൊരു ചെറിയൊരു ഗ്രാമം കാണാനായിട്ട് പോകാനുള്ള പരിപാടിയാണ്. ആ ഗ്രാമത്തിൻ്റെ പേര് മന്നവന്നൂർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമം കാണാനായിട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറേ കുട്ടി കുട്ടി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പം നമ്മൾക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ ബാക്കിലൊക്കെ കണ്ട ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെറിയ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഇവിടെ എന്തായിരിക്കും, അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കാണാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ വഴികളും കുറേ കുട്ടി ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട് ഈ വഴി നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കൊടൈക്കനാൽ വരാണെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ ഈ വഴി നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ രാവിലെ തന്നെ കാട്ടുപോത്തിനെ കണ്ടല്ലോ, അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു. നമ്മൾ ഇന്നലെ വിചാരിച്ചു ഫുള്ള് എന്താ പറയുക മഴയായിരിക്കുന്ന വിചാരിച്ചേ, പക്ഷെ ഭാഗ്യത്തിന് ഇന്ന് നമുക്ക് നല്ല കാലാവസ്ഥയാണ്. സൺ കിസ്സിങ് നമ്മളിപ്പോൾ ഇത് നിർത്തിയതെന്താ ഇത്രയും ഭംഗിയുള്ളൊരു ഇത് കാണാനും കണ്ട ഫുൾ ഇത് അകലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. അതെ, ഒരു വഴി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റണം. അങ്ങകലേക്ക് ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട്. അത് കാണാനും അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ നിർത്തിയത്. അല്ലാണ്ട് ഇത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഇടുമ്പോൾ ഉള്ള ഒരു ഭംഗി കെടുത്തൽ കാണാനല്ല. അപ്പോൾ നമ്മൾ നിർത്തിയ പർപ്പസിൽ തന്നെയായിരിക്കും പലരും ഇവിടെ നിർത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വലിച്ചു വാരിയിടും. കാരണം അവർ കണ്ടുവല്ലോ നല്ല ഭംഗിയിൽ. എന്താ പറയുക ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മളിങ്ങനെയുള്ള നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടിട്ടുള്ളൊക്കെയുള്ള ഈ യാത്രയുടെ നടുവിൽ നമ്മൾ കുറച്ചൊന്ന് ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടങ്ങുന്നു. അവിടെ നിന്ന് ചാടുന്നു. വരൈഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് എത്തിയത്. അവിടെ താഴത്തേക്കുള്ള വ്യൂ കണ്ടോ, ഫുൾ പൈൻ ഫോറസ്റ്റും. എന്ത് രസമുള്ള ഗ്രാമമല്ല അത്. നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മന്നവന്നൂരില്ല, താഴെ സാധനം കണ്ട. താഴെ നോക്കിയില്ല നീ, പുൽമേടുകളും. വാവ്, മന്നവന്നൂർ എത്തിയിരിക്കുകയാണ്. 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ. പൂണ്ടി 6 കിലോമീറ്റർ ആണുള്ളത്. ഇവിടെ തട്ടായിട്ടാണ് കൃഷികളുള്ളത്. ഈ തട്ട് കൃഷികൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതാണ്, നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ് ഇവിടെ കാണുന്നത്. ഫുള്ള് ഗ്രീനറി ആയിട്ട് ഭയങ്കര ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെയുള്ള സ്ഥലങ്ങളാണ്. മന്നവന്നൂർ പൂണ്ടിയൊക്കെ വന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. തട്ട് കൃഷിക്കൊക്കെ ഇവിടെ ഫേമസ് ആണ്. തട്ട് കൃഷി കാണുമ്പോൾ പാടേണ്ട പാട്ടാണ് തട്ടും മുട്ടും താളം, മുട്ടും താളം, നോക്കിന്നാൽ കയ്യും കാലും കൂട്ടിയിടിക്കും താളം. പുതിയ വാവ് ഇറക്കി ഞാൻ വെച്ചാൽ നോക്കിയാ ചെറുതാണ്, പഴയത് ഇത്രയാണ്. വെള്ളുള്ളി യോ വണ്ടി തെറിച്ചു പോയി. ആ ചേട്ടൻ വിളിച്ചു വിളിച്ചു പറയാ. അത് 4 ആക്സിഡന്റ് ആണ് അവിടെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ആ ചേട്ടൻ അവിടെ വെളുത്തുള്ളി വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടൻ അലറി വിളിച്ചിട്ടാണ് വിളിക്കുന്നത്. ഭയങ്കര സീനിക് ബ്യൂട്ടി ആണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. മന്നവന്നൂർ എക്കോ ടൂറിസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്കോ ടൂറിസം മന്നവന്നൂരിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇത്ര ദൂരം നടന്നു വന്നിട്ട് ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ലേക്ക് കാണാം. ലേക്ക് ഇപ്പം ഒത്തിരി വറ്റിക്കെടുക്കുകയാണ്.
ഈ പഴം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പോൾ അത് ഞാൻ വാങ്ങി. പിന്നെ ഇവിടെ നമ്മളൊരു ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന കണ്ടു. അപ്പോൾ അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ്. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ പോയിട്ട് ഞാൻ പഴം കഴിക്കാം. ഫസ്റ്റ് ടൈമാണ്. ടേസ്റ്റ് ഉണ്ടോ? റോബസ്റ്റ് വളർത്തുന്നുണ്ട്. ഇപ്പൊ മന്നവന്നൂർ ലേക്ക് കണ്ട് നമ്മൾ ഇറങ്ങി. ഇനി മന്നവന്നൂർ ഷീപ്പ് ഫാം കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിനുള്ള യാത്രയിലാണ്. അപ്പൊ നമ്മുടെ ഷീപ്പ് ഫാമിൽ 40 രൂപയാണ്. പൈസയായിട്ട് കയ്യിൽ എടുക്കുന്നതാണ് കേട്ടോ അവിടെ ഏറ്റവും ബെറ്റർ. 2 പേർക്ക് കൂടിയിട്ടാണ് 40, ഒരാൾക്ക് അപ്പൊ 20 രൂപ. പൊളി 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 വ്യൂ ആണ്. ഒരു 3 കിലോമീറ്റർ അല്ല പറഞ്ഞ. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് എന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു 3 കിലോമീറ്റർ ആണ്. ഷീപ്പ് ഫാം എന്തായാലും വരണം. ഇതൊരു മഴക്കാലോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ആയിട്ട് കിടക്കുന്ന ടൈമില്ലേ, അപ്പൊക്കെ നല്ല പൊളിയായിരിക്കും ഇവിടെ. ഷീപ്പ് ഫാമിൻ്റെ അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ഇവിടെ റാബിറ്റിൻ്റെ ഷെഡാണ് കാണുന്നത്. ഇതിൽ നിറച്ച് റാബിറ്റാണ്. വ്യത്യസ്ത തരം റാബിറ്റുകളുടെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റാബിറ്റുകളെ ഒന്ന് കാണാം. ഇതാ കൊണ്ടുപോകുന്നത് ആ ചെമ്മരിയാടിന്റെ ഹെയർ ആണ് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. കട്ട് ചെയ്യുമ്പോ അവരുടെ ദേഹം മുറിയുന്ന കാണുമ്പോ വിഷമാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഷീപ്പ് ഫാമാണ്. ഫുൾ ചെമ്മരിയാടുകളുടെ കാണാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ. പിന്നെ നല്ല സീനിക് ബ്യൂട്ടി ഒക്കെയാണ്. പിന്നെ ചെമ്മരിയാടുകളുടെ ഇപ്പം നമ്മൾ അവരുടെ ഹെയർ കട്ടിംഗ് ആണ്, ആ ടൈമാണ്. അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് റാബിറ്റിന്റെ ഒരു ചെറിയ ഫാമാണ്. അവിടെ നിന്ന് സെയിലുണ്ട്. പക്ഷെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടല്ല, വലിയ ഫാമായിട്ട് വാങ്ങുന്നവർക്ക് ഒറ്റയടിക്ക് ഇത്രയും റാബിറ്റ്സിന് അവിടുന്ന് കിട്ടും. അപ്പോൾ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള വെയിലടിച്ചിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് നല്ല മഴക്കാലത്താണെങ്കിൽ ഫുള്ള് ഗ്രീൻ ആയിട്ട് കിടക്കായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ പുറകിൽ കണ്ടോ ചെമ്മരിയാടുകൾ മേയുന്നത് കാണാൻ പറ്റുന്നില്ല.
ചെറിയൊരു മീശപ്പുലിമല ടച്ച് ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്. നല്ല മഴക്കാലത്ത് വരാണെങ്കിൽ പൊളിയായിരിക്കും. ഗുണ കേവ് കാണാൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം അത്ര വലിയ വെടിപ്പുണ്ടായിരുന്നില്ല, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് പൂമ്പാറയിൽ എന്ന് പറഞ്ഞൊരു ഗ്രാമം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴേന്ന് കണ്ടതാണ്, വിൻഡോ കൂടെ നല്ല ഫുൾ ഗ്രീനറി ആയിട്ട് കൃഷി മാത്രമുള്ള ഒരു ഗ്രാമം. അപ്പൊ അതൊന്ന് കാണാന്ന് ഇങ്ങനെ പ്ലാൻ, അതാ പറഞ്ഞ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ഇട്ടു. അപ്പൊ നമുക്ക് പൂമ്പാറയെ കാണാം. നമ്മള് പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഫുൾ പൈൻ മരങ്ങളാല് എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയുന്നത്. ഫുള്ളൊരു ബ്രൗൺ കളറാണ് കേട്ടോ. ഇത് വൈൽഡ് ലൈഫ്, വന്യമൃഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നമ്മള് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും. ഇതാണ് പൂമ്പാറ. ഉണ്ടോ പൂമ്പാറ ഗ്രാമം? തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് പൂമ്പാറ. പൂക്കളുടെ സ്വന്തം പൂമ്പാറ. ഉണ്ടോ ഈ പൂമ്പാറ ഗ്രാമത്തിലുള്ള വീടുകളിലെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇങ്ങനെ ഒരു വിബ്ജിയോർ കളറിലാണ്. നോക്കി വാവ്, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ ഈ ഗ്രാമം. ഇത് പക്കത്തിൽ എന്ന് പറഞ്ഞപ്പോ ഇത്ര പക്കത്തിലാന്ന് വിചാരിച്ചില്ല. ഞാൻ കുറച്ച് പോണെന്ന് വിചാരിച്ചത്. ഇത് നല്ലൊരു അടിപൊളി നമ്മുടെ തീരുമാനങ്ങളിൽ ഒന്നായിട്ടോ. ഈ പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമം നമ്മള് ഗുണ കേവിലേക്കൊക്കെ പോകുന്ന വഴി സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പൂമ്പാറ എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് കാണാനായിട്ട് ക്യാമറയുടെ കണ്ണുകളെക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആണ് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോ. കുഞ്ഞി ക്ഷേത്രങ്ങളും അത് കാണാം. കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വീടുകളൊക്കെ വരുന്നത്, കുട്ടി കുട്ടി വീടുകൾ. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. അത് വെറുതെ പറയല്ല, നല്ലൊരു ഭംഗി കാണാനായിട്ട്. വേറെ വേറെ ടൈപ്പ് കളറിലുള്ള ഗ്രാമം അല്ല വീടുകള് നോക്കി. അതിന്റെ മുകളിലാട്ടോ നമ്മള് പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ മുകളിലായിട്ട് അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ ഗ്രാമം കണ്ടേ. ഇവിടെ മല്ലിപ്പൂവിന്റെ കളിയാണ് കേട്ടോ. ഇവിടെ മല്ലിപ്പൂ എന്ന് വെച്ചാൽ മുല്ലപ്പൂവ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലം പറഞ്ഞാൽ അതിലേക്കൊന്നും നമ്മൾ കേറുന്നില്ല. കാരണം നമ്മൾക്ക് ഇപ്പൊ അതിനുള്ളൊരു ടൈമും അത് കലക്കില്ല വെച്ചാണ്ട്. ഇതിപ്പോ നമ്മള് ചുമ്മാ അത് നമ്മുടെ പ്ലാനിലൊന്നും ഇല്ലാത്ത ലോക്കൽ റൂട്ടുകൾ തപ്പിയുള്ള ഒരു ലോക്കൽ യാത്രയാണ് നമ്മുടെ. കണ്ടോ ഇതിന്റെ സൈഡിലൊക്കെ നിറച്ച് കൃഷിയിടങ്ങളാണ്. പിന്നെ ഇവരുടെ ചെറിയ മാർക്കറ്റും. ഒരു പ്രത്യേക ടൈപ്പ് ലൈഫ് കേട്ടോ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ടോ ഇതൊക്കെ ചെറിയ വീടുകളും ആ ചെറിയ ഇതിന് തന്നെ 2 നിലയൊക്കെയാണ് കാണുന്നത്. ഇതാണ് അമ്പലം. കണ്ടോ ഇതൊക്കെ എന്റെ വീടുകൾ കേട്ടാ. ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാ. വെറൈറ്റി പല പല കളേഴ്സില് ഇങ്ങനെ വീടുകൾ. അടുത്ത വീടുകൾക്കൊക്കെ ഓരോ കളർ കൊടുത്തിരിക്കുക. ഓരോ ചുമരിനും ഓരോ കളറാണ്. ഗ്രാമത്ത് പൊണ്ണ് പൊട്ട കൃഷിക്കാരും. ഇതെന്ത് കൃഷിയാന്നറിയോ? ബീട്രൂട്ടൊക്കെയാന്ന് കേട്ടോ. ആണോ? പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് നമ്മൾ വിലസിക്കൊണ്ടിരിക്കണേ.
കൊടൈക്കനാൽ ലേക്ക് അല്ല അൽജ, ലേക്കിനെ കാണാൻ വന്നിരിക്കുകയാണ്. മറ്റേ ഗുണ കേവ് പ്ലാനൊക്കെ ഭയങ്കര തിരക്ക് കാരണം ക്യാൻസൽ ചെയ്തു. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേക്കിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ നമ്മളൊരു സൈക്കിൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഈ സൈക്കിളിന് 100 രൂപയാണ് പറഞ്ഞിരിക്കണേ. 2 പേർക്കും ചവിട്ടാൻ പറ്റുന്ന സൈക്കിളാണ്. കാലിൻ്റെ ഉപ്പുറ്റി ഇളകിയിട്ടുണ്ട്, മുട്ട വയ്യണ്ടായി. അപ്പോൾ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ചോളം മേടിക്കാനായിട്ട് പോവാണ്. നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ, അതായത് കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ പ്ലാനുകളൊക്കെ ഒന്ന് തെറ്റിയല്ല അൽജ? അല്ല, ഗുണ കേവ് നമ്മൾ വരും. തിരക്കായതുകൊണ്ട് അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ വേറെ എവിടേക്കാണ് പ്ലാൻ ചെയ്തിട്ട് അതും വേണ്ടാന്ന് വെച്ചിട്ട് ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ ആണ് ഗുണ കേവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ വെറുതെ എവിടെയൊക്കെ കറങ്ങി നടന്ന് ഇവിടുത്തെ ഈ സ്ഥലമൊക്കെ എൻജോയ് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കടകൾ കയറി ഇറങ്ങി. പക്ഷേ വില ചോദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി അല്ലേ. അപ്പോൾ ഞാനൊരു കമ്മൽ മേടിച്ചു, കണ്ട ഇതാണ് പുതിയതായിട്ട് വാങ്ങിയത്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ് റൂമിലേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. അത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ചാടിത്തുള്ളി എല്ലാം കയറുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ മാത്രം വന്നാൽ മതി. ഇപ്പോൾ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, ചിലപ്പോൾ അങ്ങനെ കുറേ കയറ്റമൊക്കെ കയറി വരേണ്ടി വരും. അപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലക്കാണ്. അത് റോഡ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ ചെറിയ വണ്ടികളുമായിട്ട് വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. വലിയ കാറാവുമ്പോൾ റിസ്ക് ഇത്തിരി കൂടുതലാണ്. കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന വഴി കുറച്ച് വീതി കുറഞ്ഞ വഴിയാണ്. വരാനൊക്കെ പറ്റും, പക്ഷേ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണത്. അപ്പം അതൊക്കെയാണ് എനിക്കിവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയ കാര്യം. പക്ഷേ ബാച്ചിലേഴ്സ് ആയിട്ട് വരാനും ഒക്കെ അടിപൊളിയാണ്, നല്ല വൈബാണ്. വന്നിങ്ങനെ ഇവിടെ ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറും നല്ല ക്ലൈമറ്റും നല്ല വ്യൂവും നല്ല പെരുമാറ്റം ഒക്കെയാണ്. പിന്നെ ഇവിടെ റൂമിൽ നമുക്ക് ചൂടുവെള്ളം ഒക്കെ ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അതൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ. ചൂടുവെള്ളം അല്ല പറഞ്ഞത്, ഫുഡിൻ്റെ കേസ് എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ഇവർ വാങ്ങുന്നത്. ഒരു ദിവസത്തെ റെൻറ്റ് വരുന്നത് 2000 അല്ല അൽജ, 3000. ഒരു ദിവസം റെൻറ്റ് വരുന്നത് ഒരാൾക്ക് 3000 രൂപയാണ്. കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി കൂടുതലായിട്ടാണ് തോന്നുന്നത്. കാരണം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാണ്ടാണ് ഈ 3000 വാങ്ങുന്നത്. പിന്നെ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇതാണ് എനിക്ക് ഇവിടെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനെ കുറിച്ച് പറയാനാണ്. ഇവിടെ നമുക്ക് വെള്ളം കിട്ടും. പക്ഷെ നമ്മൾ പുറത്ത് ഇവിടെ കൊടൈക്കനാലിൽ ട്രാവൽ ചെയ്യുമ്പോൾ 5 ലിറ്ററിൻ്റെ വലിയ കുപ്പിയായിട്ടാണ് കിട്ടുക. ചെറിയ ലിറ്ററിൻ്റെ കുപ്പി ഇവിടെ അലൗഡ് അല്ല, ഇവിടെ നിർത്തിയേൽക്കാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വലിയ കുപ്പി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വെള്ളം നിറച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് തോന്നിയിട്ടുള്ള, നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് തോന്നിയിട്ടുള്ളത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കുട ഒരെണ്ണം കയ്യിൽ വയ്ക്കാം. പിന്നെ അത്യാവശ്യം ചിലപ്പോൾ നല്ല തണുപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കണ്ട,
തണുപ്പ് പറ്റാത്ത ആൾക്കാർ ഒരു സ്വെറ്റർ നന്നായിട്ട് കൈ പിടിക്കാം. ഇപ്പോൾ നമ്മുടെ ബൈസൺ ഉണ്ട്, ബൈസനാണ്ട് പേടിക്കണ്ട. പിന്നെ നാളെ ഇവിടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണില്ല, നാളത്തേതും കൂടി അറിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ജോലി ചെയ്യാം കേട്ടോ. അവിടെ വൈഫൈ സൗകര്യമൊക്കെ ഉണ്ട്. നല്ല ഇങ്ങനെ സീനിക് ബ്യൂട്ടിയിൽ നിന്ന് ജോലി ചെയ്യാനും ഒരു നല്ലൊരു വൈബാണ് ഇവിടെ ഉള്ളത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് ഇവിടെ നിന്നല്ല കഴിക്കുന്നത്, പുറത്തുനിന്നാണ് കഴിക്കുന്നത്. വെറൈറ്റി എന്തെങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ സ്റ്റേ ചെയ്തപ്പോഴും ഒക്കെ നല്ല എന്താ പറയുക പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളുടെ അടുത്ത്. പിന്നെ ടോട്ടലി ആസച്ച് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു വൈബായിരുന്നു ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ഡോൾഫിൻ നോസ് ആണല്ലേ നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ അൽജ? ഡോൾഫിൻ നോസ് കാണാനായിട്ട് പോവാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ഭയങ്കര തിരക്കാണെങ്കിൽ അതപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴത്തേക്ക് പോവാം. അതെ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു. ഇവിടുന്ന് ഇവിടെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴി കാണും. ഇതിൽ കൂടെയാണ് ഡോൾഫിൻ ഹൗസ് കാണാനായിട്ട് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, എന്താ കുതിര ചേട്ടന്മാര് വരുന്നുണ്ട്. അപ്പൊ നമ്മള് നടന്ന് ഒരു ഐറ്റം കാണിച്ചു തരാൻ. അങ്ങോട്ട് നോക്ക്.
കോടാ ബൈസന്റെ കാൽപ്പാട് കാണിച്ചു കൊടുക്കും. ബൈസന്റെ കാൽപ്പാട് രാത്രിയാകുമ്പം ബൈസൺ വരും ഇത്രേ. അപ്പൊ രാത്രി നടന്നു പോയിട്ടുള്ള കാൽപ്പാട് കാണിച്ചു തന്നു. ഇവിടെ നിറച്ച് പൈൻ. ഇത് പൈനല്ലടി അല്ല അല്ലേ, യൂക്കാലിപ്റ്റസാ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ കാണാനായിട്ട് വന്നിട്ടുള്ള ഡോൾഫിൻ നോസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഡോൾഫിൻ നോസ്. ഡോൾഫിൻ നോസിന്റെ അകത്തേ ശരിക്കും ഡിറ്റോ. എനിക്ക് ഡൗട്ടായത് അത് ഡോൾഫിൻ തന്നെയാണോന്ന് വരെ സംശയിക്കുന്നു. ഇത് ആ കാണുന്നതാണ് ഡോൾഫിൻ നോസ്. രണ്ട് ചെറിയ ഒരു ചതുരക്കട്ടകൾ നിൽക്കുന്ന ഒരു ഫീല്. ഇത് ഡോൾഫിൻ നോസ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മറ്റേ വർക്ക് തന്നെ എനിക്ക് തോന്നുന്നില്ല അത്രയും ഡോൾഫിൻ്റെ ചായ. പക്ഷെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കണ്ട അങ്ങനെയൊക്കെ നടന്ന് വന്ന് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ നടന്ന് ഡോൾഫിനോസ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഡോൾഫിനോസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോൾഫിനോസിലാണ്. ഇത്ര ദൂരം പോകാനുള്ള ധൈര്യം എനിക്കുള്ളൂ. എന്താണ് പോവാൻ കുഴപ്പമില്ല, പക്ഷെ കുറച്ചു നേരം നിൽക്കുമ്പോൾ കൈയും കാലും ഇങ്ങനെ ഒരു സാധനം വരില്ല, ഒരു ആന്തല് പോലെ വരിക. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു നല്ല വ്യൂ പോയിന്റ്, അടുത്തേക്ക് വല്ലാണ്ട് വരല്ലേ, നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ്, ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ എന്താ പറയുക, കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തേക്ക് പ്ലാസ്റ്റിക് ഒക്കെ ആളുകൾ വലിച്ചെറിഞ്ഞ് നല്ല അടിപൊളിയാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കണ്ട അവിടെ കോടയുണ്ട്. ഞാൻ ഒരിക്കലും ആ സൈഡിലേക്ക് തിരിയില്ല, നേരെ ഇനി എടുത്തിട്ട് പോകണം. കണ്ട കുറച്ചും കൂടി ബാക്കിലേക്ക് സ്ഥലം ഉണ്ട് കേട്ടോ ഡോൾഫിനോസ്. ഒരു പ്രത്യേകതരം വൈൻഡപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ട ബാക്കിലേക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട്. അത് നടക്കാനുള്ളൊരു ഇത് എനിക്കില്ല ഇപ്പോൾ. ഇവിടെ നിന്ന് ഞാൻ അനങ്ങൂല്ല, ഇല്ലെങ്കിൽ ഞാൻ വീഴും, എന്നിട്ട് പിടിച്ചു കിടക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ കൊടൈക്കനാൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു വ്ളോഗായിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു. നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ തൃശ്ശൂർക്ക് ഇങ്ങനെ, അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഞാനിവിടെ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി വൈൻഡപ്പ് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈൻഡപ്പൊക്കെ പറഞ്ഞ് ഡോൾഫിൻ നോസിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്കൊരു ബസ് കിട്ടി. അത് നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഒരു ലോക്കൽ ബസ് കിട്ടി. 100 രൂപയാണ് ഓരോരുത്തർക്കും വന്നത്. അപ്പോൾ അടിപൊളി, ഭയങ്കര ഒരു പ്രത്യേക യാത്രയായിരുന്നു. ഇങ്ങനെ ഭയങ്കര കയറ്റത്തോടെയും ഭയങ്കര ഇറക്കത്തോടെയൊക്കെ പോയിട്ട് അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ നമ്മളെ കൊണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അൽത്താഫ് കഫേന്ന് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ആലു പറാത്ത മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ബ്രെഡ് ഓംലെറ്റും കുറച്ച് ഇംഗ്ലീഷ് ഐറ്റംസ് ആണ് കുറച്ചും കൂടി ഉള്ളത്. അപ്പോൾ നമ്മൾ കഴിച്ചത് കണ്ടിരുന്നല്ലോ, ബ്രെഡ് ഓംലെറ്റും കഴിച്ചു. പിന്നെ ഞാനൊരു പാൻ കേക്ക് കഴിച്ചു. എനിക്ക് പാൻ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാൻ കേക്ക് കഴിച്ചു. പക്ഷെ ഇവിടുത്തെ പാൻ കേക്ക് ദോശ പോലെ ഉണ്ടായിരിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ വ്ളോഗിൻ്റെ ഒരു സ്റ്റൈലാണ് അല്ലേ അൽച്ച. വെറുതെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ മനോഹരമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഡേഞ്ചർ യാത്രയാണ്. കാരണം എന്താണെന്നറിയോ, ഞാനാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു.